കാർ ഓടുമ്പോൾ അതിനൊരു ഡെസ്റ്റിനേഷൻ പോയി
ഒരു ലക്ഷ്യം ഉണ്ട്. അതുപോലെയാണ് നമ്മുടെ ഈ ശരീരമാകുന്ന രഥത്തിന് ഉപനിഷത്തുക്കളൊക്കെ രഥമായിട്ടാണ് നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പറയുന്നത്. ഇതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ? മോക്ഷം. അപ്പൊ മോക്ഷം കിട്ടലാണ് ആത്യന്തിക ലക്ഷ്യം. ഇതേ വന്നാ കിട്ടുക. ഇപ്പൊ എല്ലാം കിട്ടുന്ന കാലല്ലേ, കടയിൽ പോയി ചോദിച്ചാൽ കിട്ടാത്ത ഒരു സാധനമില്ല. സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഇതിന് മോക്ഷം വേണം. അത് കരുതി അന്വേഷിച്ചപ്പോഴാണ് ആചാര്യന്മാർ പറയുന്നത്, ഗ്രന്ഥങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ഇതിനൊരു ഗുരു വേണം. അവര് പറയും, അയ്യോ ടീച്ചറെ എനിക്ക് ഗുരു ഒന്നും ഇല്ലാട്ടോ, അതുകൊണ്ട് വേണ്ട. അപ്പൊ നിർത്തി നമ്മളെ പരിപാടി. ഭഗവാൻ പറയുന്നുണ്ട് ഗ്രന്ഥങ്ങളില്, കൃഷ്ണൻ ഉദ്ധവനോട് പറയാ, ഹേ ഉദ്ധവ, ജിജ്ഞാസുവും വിചാരശീലനുമായ ഒരു വ്യക്തിക്ക് താൻ തന്നെയാണ് ഗുരു. അപ്പൊ ആരാ വേണ്ടേ? ഇപ്പൊ ഭജന ചെല്ലാൻ അറിയില്ല, അപ്പൊ സന്ധ്യയാകുമ്പോ ഇവിടെ സഹസ്രനാമം ചൊല്ലണം. ഇവിടെ ഉത്സവമൊക്കെയാണ്, സേവയൊക്കെ നടക്കുമ്പോൾ എല്ലാ സഹസ്രനാമം ചൊല്ലിയ വളരെ കേമാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ വന്നിരുന്നാലും ചൊല്ലാം. ആഗ്രഹം ഉണ്ടോ? നിങ്ങൾ അത് നേടുന്ന. നമുക്ക് വലിയ ആഗ്രഹമാണ്, ഒരു ഡിഗ്രി എടുക്കണം, എന്ത് ഡിഗ്രി ആയിക്കോട്ടെ, നമ്മളത് പരിശ്രമിച്ച് നേടും. അതുപോലെയാണ് ഈ കാര്യങ്ങൾ. ഗുരുവില്ല, സ്വാധ്യായം ചെയ്താൽ മതി. എന്താ സ്വാധ്യായം? തൈത്തിരീയോപനിഷത്ത് എടുത്തു വെച്ച് നോക്കുമ്പോ നമുക്ക് അതിലൊരു ശ്ലോകം കാണാം. അതായത് പണ്ടൊക്കെ ഗുരുകുല സമ്പ്രദായം ആണല്ലോ. ഗുരു കുട്ടിയെ തിരിച്ചയക്കും പഠനമെല്ലാം കഴിഞ്ഞിട്ട്. ആ സമയത്ത് ഒരു ഉപദേശം കൊടുക്കും, നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്തതാണ്. നമുക്ക് അക്കാദമിക് ഉണ്ട്, ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് വിദ്യാഭ്യാസമാണ് നമുക്ക് കിട്ടുന്നത്. കുറെ ഡിഗ്രികളൊക്കെ എടുത്ത് വലിയ വലിയ കാറും ബംഗ്ലാവും ഒക്കെ വാങ്ങി, അതാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് വിശ്വസിച്ച് എന്തിനു വേണ്ടിയാ ശ്രമിക്കുന്നത്? സുഖം. എങ്ങനെ സുഖിക്കാം എന്നിട്ടോ ഇതെല്ലാം ഉണ്ടായിരിക്കും. മനസ്സിന് സുഖം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശരീരത്തിന് സുഖം ഉണ്ടാവില്ല. എന്നിട്ട് ആ സുഖം തേടി തേടി കിട്ടാതെ നിരാശനായി അൽഷിമേഴ്സാവും. അതിന് വേറെയോ വേദമന്ത്രം ജപിക്കുന്നവന് അൽഷിമേഴ്സും ഒരിക്കലും വരില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊക്കെ ഒരുപാട് തെറാപ്പികളാണ് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ. ഈ വേദമന്ത്രം ജപിക്കുമ്പോ പിന്നെ 98 വയസ്സായാലും 3:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ വന്ന് മന്ത്രജപത്തോടു കൂടി പുഷ്പാഞ്ജലി അർച്ചിക്കുന്നത് കാണാം. നമുക്ക് 60 അടിക്കുമ്പോഴേക്കന്നെ വെയ്യാറില്ലേ? എന്തുകൊണ്ടാ? സ്വാധ്യായം ഇല്ല. തൈത്തിരീയോപനിഷത്തിലെ മന്ത്രമാണ് ഗുരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, അറിയാം. പക്ഷെ ഇത് ഇന്ന ഉപനിഷത്താണെന്നോ ഉപനിഷത്ത് മന്ത്രമാണെന്നോ ഗുരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമാണെന്നോ നമുക്കറിയില്ല. അതാണ് അറിവില്ലായ്മ. ഉപനിഷത്തുക്കൾ പറയുന്നുണ്ട്, അറിവില്ലായ്മ കൊണ്ട് മഹത്തായ നിന്റെ ഈ ജന്മം നഷ്ടപ്പെടുത്തരുത്. മഹതോ വിനഷ്ടി. അപ്പൊ എന്ത് ചെയ്യണം? അറിവ് കിട്ടാൻ ആചാര്യന്മാരെ സമീപിക്കണം. അറിവാണ് ഏറ്റവും വലിയ സുഹൃത്ത്. കള്ളം കേട്ടുകൊണ്ടുപോകാത്ത ഒരേ ഒരു സമ്പത്ത്. അങ്ങനെ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, നീ സത്യം പറയാവൂ. അതാണ് ആ ശ്ലോകം. സത്യം വദാ ധർമ്മം ചരാ ഗുരുജനാന്നമാ സ്വാധ്യായനമ പ്രമദാ. അപ്പോ സ്വാധ്യായം ചെയ്യണം. ആ ശ്ലോകം അവസാനിക്കുമ്പോ എന്താ പറയുന്നറിയോ? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ഹരിദേവോ ഭവ, ആചാര്യദേവോ ഭവ. ഇതൊക്കെ നമുക്കറിയാറില്ലേ? കേട്ടിട്ടുണ്ട്, എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്ന ഉപനിഷത്തിനെയാണ് അറിയില്ല. ഇത് എന്തുകൊണ്ടാണ് കുട്ടിക്ക് ഉപദേശിക്കുന്നത്? അതാണ് മഹത്തായ മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും മഹാഭാരതം എന്നറിയപ്പെടുന്ന മഹാഭാരത കഥയിൽ പറയുന്നത് ധർമ്മബോധത്തെ കുറിച്ചൊരു കഥയുണ്ട്. ധർമ്മബോധം ഇല്ലാതെ, ദയയില്ലാതെ വളർന്നു വരുന്ന ഒരു തലമുറയെ നമുക്ക് കാണാം. പ്രഭാഷണം വെച്ചു, ഒരു ആചാര്യൻ വന്നു, കുറെ കഥകൾ പറഞ്ഞു, അയാൾ ഇറങ്ങിപ്പോയി. എന്താ പറയാ? അവരെന്തൊക്കെ കഥ പറഞ്ഞു, വായിച്ചതാ. ആ കഥകളിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ജീവിത തത്വങ്ങൾ, അതാണ് നമുക്ക് കിട്ടുന്നത്. ഈ സത്യം വര, ഈ സത്യമേ പറയാവൂ. ധർമ്മത്തിലൂടെ ജയിക്കണം. ആചാരം ധർമ്മം, ആചാരം പ്രഭവോ ധർമ്മ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. ധർമ്മത്തിലൂടെ പോയി കഴിഞ്ഞാൽ അതൊരു മാനസിക പ്രശ്നം ഉണ്ടാവില്ല. അതിലേ പോകുമ്പോൾ കൊലുസടവേണ്ട കിടക്കുക, നമ്മളെ എടുത്തു കണ്ടാൽ നമ്മൾ സ്വർണ്ണ ലേഖം നല്ല വിലയുണ്ട്. പക്ഷെ മനസ്സിനുള്ളിൽ ഒരാളിരുന്നിട്ട് ഒരു കുത്തുങ്ങനെ തരില്ലേ? അത് തന്നെയാണ് ഈശ്വരൻ. പുരുഷസൂക്തത്തിൽ പറയുന്നുണ്ട്,
വെളിച്ചം, അതാണ് ഈശ്വരൻ, അതാണ് വിഷ്ണു എന്നുള്ളത്. അതാണ് നമുക്ക് ആ മനസാക്ഷി ഇരുന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. ധർമ്മത്തിലൂടെ നീ ജയിക്കണം, ധർമ്മം ആചരിക്കണം, സത്യം പറയണം, ഇതൊക്കെ നമ്മൾ സമ്മതിക്കും. പക്ഷെ അവസാനം പറയുന്ന കാര്യം സ്വാധ്യായം ചെയ്യില്ല. സ്വാധ്യായം എന്ന് പറഞ്ഞാലോ എന്താ എടുക്കണേ? മഹാഭാരതം, ഏതെങ്കിലും ഒരു ഗ്രന്ഥം. എല്ലാ മതസ്ഥരും അവരുടേതായ ഒരു ഗ്രന്ഥം മുറുക്കെ പിടിക്കും. ഗാന്ധിജി മരണം വരെ കൂടെ കൊണ്ടു നടന്നു ഗീത. ലണ്ടനിൽ പോയി LLB പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൊഫസർ പറഞ്ഞു, മോഹൻദാസ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് ചാന്റ് വൺ ഓഫ് ദി ശ്ലോക ഫ്രം ഭഗവത്ഗീത. അപ്പോ നാണിച്ചാഴ്ത്തി എഴുന്നേറ്റ് നിന്നു. അപ്പോ ഇങ്ങനെ ചോദിച്ചേ, അപ്പൊ തീരുമാനിച്ചു നാട്ടിൽ പോയാൽ ഫസ്റ്റ് ഞാൻ സംസ്കൃതം പഠിക്കും, രണ്ടാമതോ ഞാൻ ഗീത വായിക്കും. ഇപ്പൊ സംസ്കൃതം ഒന്നും പഠിക്കണമെന്നില്ല, എന്റെ വേണ്ടു മലയാളത്തിൽ തന്നെ ഈ സംസ്കൃത ശ്ലോകം കറക്റ്റായിട്ട് അച്ചടിച്ച് വരുന്നു വ്യാഖ്യാനത്തോടുകൂടി. അമ്മമാര് പറയും മലയാളിയം ബുദ്ധിമുട്ടാണ് ടീച്ചറെ. ഗുരുവായൂർ ദേവസ്വത്തിനൊക്കെ മനസ്സിലായി. വനമാല വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് ഒരു എഡിഷൻ അവിടെ ഇറക്കി. 150 രൂപയുള്ളൂ. ഭാഗവതത്തിന്റെ അത്ര വലിപ്പമുണ്ട്. അത് എന്ത് സുഖമായിട്ടാ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് വാങ്ങിച്ച് വായിച്ചാൽ മതി. ഗുരുവിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഗുരു വേണ്ടേ ചോദിക്കും. ഈ ഭൂമുഖത്തിൽ കാണുന്ന നല്ലതിനെയെല്ലാം നമ്മൾ ഗുരുവായി സ്വീകരിക്കണം. അജയസ്വാമിയോട് ചോദിക്കാം, നമ്മളുടെ ഏറ്റവും നല്ല ഗുരു ആരാണ്? അപ്പൊ പറഞ്ഞു, ആചാര്യൻ, നീ ആദ്യം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ. ഈ പ്രപഞ്ചമാകുന്ന പുസ്തകം അങ്ങനെ നിറച്ച് വെച്ചിരിക്കുക, തുറന്നു വെച്ചിരിക്കുക നിനക്ക് വേണ്ടിയിട്ട്. ഈ പ്രപഞ്ചം മുഴുവൻ നോക്കണ്ട, ഈ പ്രകൃതിയിലേക്ക് നോക്കൂ. ആദ്യം പറയുന്നത് എന്താണോ, നിന്റെ മുറ്റത്ത് മാങ്ങ തന്നുകൊണ്ടിരിക്കുന്ന മാവ് ഇപ്പൊ ഈ സമയത്ത് എന്തായിരിക്കണേ? അതിലൊക്കെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? പൂക്കൾ ഉണ്ടാകുമ്പോ മാവ് സമ്പന്നനാണ്. ഈ സമ്പത്ത് ഉണ്ടാകുന്ന സമയത്ത് അത് നിവർന്ന് നിൽക്കും. നമ്മളെ പോലെ തല നിവർത്തി നെഞ്ചിരിച്ചെന്ന് പറയും, അഹങ്കാരം, അതിനെ കുറിച്ച് പറയാം. അപ്പോ മാവൊക്കെ പൂത്ത് കുറച്ച് കഴിയുമ്പോ മാവ് മാങ്ങയായിട്ട് അതിനെ ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരും. ആ പൂക്കൾ കണ്ണിമാങ്ങയായി വലിയ മാങ്ങയാവുമ്പോ ആ ചില്ല താഴ്ന്നു വരില്ലേ? നമ്മളാണെങ്കിലോ കുറച്ച് സമ്പത്തും ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അയൽവാസികൾ മിണ്ടാൻ പോലും പിന്നെ ഇഷ്ടമില്ല. അതേ സമൂഹത്തിൽ കാണുന്നത്. അപ്പോ താഴ്മതാന അഭ്യുന്നതി എന്ന പാഠം ഈ പുറത്തേക്കൊന്നും നോക്കണ്ട, ഈ പ്രകൃതി എന്ന് ഞാൻ പഠിക്കാം, ആചാര്യന്മാര് പറഞ്ഞത്. അപ്പോ അതുപോലെ മറ്റൊരു പാഠം, ഈ കൊച്ചു കുട്ടികളിൽ നിന്ന് പാഠം പഠിച്ചോ. നമ്മൾ ആരെ സ്വീകരിക്കുക? പ്രായ കുറഞ്ഞവരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ, കൊച്ചു കുട്ടികളെ നോക്കൂ, അവർക്ക് എപ്പോഴും സമാധാനം സ്വയമുണ്ടെങ്കിൽ ഇതൊക്കെ ടെൻഷനാ. ഇന്നത്തെ ദിവസം നിങ്ങൾ എത്ര പേര് എത്ര സമയം ചിരിച്ചു എന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ നമ്മളെല്ലാം ചിരിക്കാനും ടെൻഷൻ ഫ്രീ ആവാനും വേണ്ടി എന്താ ചെയ്യാ? ഒരു കോമഡി ഷോ എടുത്ത് കാണുകയെ. ഇപ്പൊ ഒരു സീരിയൽ കണ്ടാലും നമുക്ക് ടെൻഷൻ കരച്ചില്ല. അതിന്റെ ഒരു രോഗമാണല്ലോ. കുറെ അതുമായി മൊബൈലിലേക്ക് ഒതുങ്ങി. ഇനി ഈ ചിരിക്കാനുള്ള കഴിവ്, തുറന്ന് ചിരിക്കാനുള്ള, അതൊരു തെറാപ്പിയാണ് ചിരിക്കുന്നത്, ആയുസ് കൂടുതൽ പറയുന്നു. അപ്പൊ കുട്ടികളെ നോക്കുക, അവർ മതി മറന്ന് ചിരിച്ച് ഉല്ലസിച്ച് നടക്കും. കാരണം എന്താണോ, അവർക്കൊരു ടെൻഷനും ഇല്ല, ഒരു ചിന്തയില്ല. അപ്പൊ നമ്മുടെ രണ്ട് ഗുരുക്കന്മാരാണ് ഈ പ്രകൃതി എന്ന് പറയുന്നതും കുട്ടികൾ എന്ന് പറയുന്നതും. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന രണ്ട് കൂട്ടരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം. ഒന്ന് ഈ ചെറിയ കുട്ടികൾ, അവരൊന്നിനെ കുറിച്ചും ചിന്തിക്കില്ല. ചെറിയ 4 വയസ്സായ കുട്ടിക്ക് ഈ സ്വർണത്തിന്റെ കളിപ്പാട്ടം കൊടുത്താലും അതിന് കളിപ്പാട്ടത്തിന്റെ വില നൽകും. കുറച്ച് കഴിഞ്ഞാൽ അവനെ കൗതുകം മാറി അത് വലിച്ചു വന്നിട്ട് പോലെ എനിക്കട്ട പോലെ. ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറെ കൂട്ടി വെക്കുമ്പോ പേടിയാക്കുന്നത് ഇൻകം ടാക്സ് വരെ പിടിക്കുമോ അല്ലെ, എന്തെല്ലാം പ്രശ്നങ്ങളാ. ഒരു പ്രശ്നമില്ലാതെ ചിന്തയില്ലാതെ. കാരണം അങ്ങനെ കൂടുതലായി ആഗ്രഹിക്കാത്തവരെ വിഷമങ്ങൾ തീരെ കുറവായിരിക്കും. ഇനിയോ മറ്റൊരു കൂട്ടര് ജ്ഞാനവൃത്തർ, അതായത് മഹാത്മാക്കൾ. നമ്മുടെ സമൂഹത്തിൽ സന്യാസി സഭയുണ്ട്. അവരെത്രയാണ് അനുസരിക്കുന്നത്? അവരൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ അങ്ങനത്തെ സന്യാസിമാരൊക്കെ ഉണ്ട് കേട്ടോ. വിഷു ആകുമ്പോ ഈ ഒരു ദിവാത്തോടെ അയച്ചിട്ട് സ്വാമിജിക്ക് വിഷുട്ടേനീട്ടം അയക്കണം എന്ന് പറയുന്ന സ്വാമിമാരൊക്കെയുള്ള കാലഘട്ടം. സന്യാസിയല്ല, സന്യാസിയ. എന്താ സന്യാസി എന്ന് പറഞ്ഞാൽ? ന്യസിക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കുക. സന്യാസം എന്ന് പറഞ്ഞാൽ സർവ്വതും ത്യജിച്ചവനാണ് സന്യാസി. സന്യാസിയുടെ വസ്ത്രം നോക്കിയിട്ടുണ്ടോ? ഈ അഗ്നിയുടെ കളറ. ഭാവി വസ്ത്രം കൊടുക്കാൻ അവർക്ക് അവകാശമുള്ളൂ. ആർക്കാ അവകാശം? എല്ലാ സന്യാസിമാർക്കും ഉണ്ടോ? ഇല്ല.
കൊടുത്ത് എനിക്ക് വിഷു കൈനീട്ടം എന്നൊക്കെ പറഞ്ഞു വാങ്ങിക്കൊണ്ടിരിക്കണം. ഈ കാവിയുടെ കളറും അഗ്നിയുടെ കളറും ഒന്നായതുകൊണ്ട് ജീവിതത്തിലെ സർവ മോഹങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. അതാണ് ഹരിനാമകീർത്തനം പറയുന്നത്, ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം മമതവാസ്ഥാനരംഗമിതു. ഹേ കൃഷ്ണ, എന്റെ മനസ്സ് ഈ ഷഡ്വൈരികൾക്ക് വിളയാടാൻ അനുവദിക്കാതെ ചിത്താംബുജം, ഈ മനസ്സാകുന്ന താമരപ്പൂ അങ്ങയുടെ വിളയാട്ടത്തിനായിരിക്കണമേ. സിമ്പിളായിട്ട് പറയുന്നു എന്ത് ഹരിനാമകീർത്തനം. നമുക്കറിയില്ല, അറിഞ്ഞെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. എല്ലാ ആഗ്രഹങ്ങളെയും അഗ്നിയിൽ ആഹൂതി ചെയ്ത വ്യക്തിക്ക് മാത്രമേ സന്യാസം സ്വീകരിച്ച് ഈ കാവി വസ്ത്രം ധരിക്കാൻ അർഹതയുള്ളൂ. അപ്പോ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത കുട്ടികളും മഹാത്മാക്കൾ, ജ്ഞാനവൃദ്ധർ എന്ന് വേണം പറയാം, അറിവാണ് നേടേണ്ടത്. അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനൊന്നും ആസക്തി ഉണ്ടാവില്ല. പലരും ചോദിക്കും, ടീച്ചറെ ജോലിയൊക്കെ നിർത്തേണ്ട പ്രായമായില്ലല്ലോ, എന്തിനാ ഇപ്പൊ തന്നെ? അപ്പൊ എനിക്ക് ഉത്തരം എന്താണെന്നറിയോ, ഇത്രയൊക്കെ മതി. എന്തോ ഈ വർഷം എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ ഒരുപാട് പരിപാടികൾ തുടങ്ങാൻ തന്നതായിരിക്കില്ല. മറ്റേ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ഓടി വന്ന് ചുരിദാരം ഓടിയിട്ട് മേലെട്ടി കുടുപടി എടുത്ത് സ്റ്റേജിൽ പോയാൽ പിന്നെ സോഷ്യോളജി എന്നല്ല പറയുന്നത്, ഫുള്ള് എന്താ ഹരിനാമകീർത്തനും ജ്ഞാനപ്പാലും ഇതൊക്കെ എല്ലാവരും അറിയുന്നത് തന്നെയാ. എങ്കിലും ടീച്ചറിവിടെ വന്നിട്ട് പറയുമ്പോ അതാണ് ആചാര്യന്റെ മഹത്വം. ഇത് എന്ന് പറഞ്ഞാൽ ടീച്ചർമാര് നമുക്ക് ഒരുപാടുണ്ട്, ഇരിക്കുന്നുണ്ടാവുമല്ലോ. പക്ഷെ ഇൻവോൾവ് ടീച്ചർ ആണെങ്കിലോ നമുക്ക് ആ ക്ലാസ് മതി, നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെയാണ് അങ്ങനെ പറഞ്ഞ ഇന്നലെ ഒരു സ്ത്രീ പറഞ്ഞു, ഇന്ന് വോയിസ് ആയിട്ട് വിട്ടതാ ഒരു അന്തർജന ടീച്ചറെ, ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടു, പക്ഷേ ടീച്ചറുടെ പ്രഭാഷണം കേട്ടപ്പോൾ ഞാൻ അതിൽ ലയിച്ചിട്ട് വീട്ടിലേക്ക് വിളിക്കാൻ പോലും മറന്നു. 12 മണിക്ക് കയറി ചെന്നപ്പോൾ നന്നായിട്ട് ചിന്ത കേട്ടു കേട്ടോ. പക്ഷെ ഇന്നേക്ക് അതൊക്കെ ശരിയായി, പ്രത്യേകിച്ച് ഇതിൽ ലയിച്ചിരുന്നു. കാരണം നമുക്ക് ആത്മാവിനെ സൂചിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് പ്രഭാഷണ വേദികൾ. അന്നേരം നിങ്ങൾ സൂചിച്ചത് കൊണ്ട് ആ ഒരു ആനന്ദം, ആ കൽക്കണ്ടത്തിന്റെ മധുരം അനുഭവിച്ചത് കൊണ്ടായിരുന്നു ഇവിടെ ഇരിക്കാൻ തോന്നുന്നത്. ഇത്തിരി ആണെങ്കിലും ഒരാളായാലും നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കണമെന്ന. ആവശ്യമില്ലാത്തവരോട് പിടിച്ചിരിക്കുക, അവർ സംസാരിച്ചുകൊണ്ടിരിക്കും, ഉറക്കം തൂങ്ങും, വാച്ചിലിട്ട് നോക്കും, കൂട്ടുകാരും ഇതൊന്നും ഇല്ലാതെ ഇതിലങ്ങനെ ലയിച്ച് ശരീരത്തെ മറന്ന് സർവ പ്രശ്നങ്ങളും മറന്ന് ആത്മാവായി മാറാൻ കഴിവുള്ളതാണ് ആചാര്യന്മാരുടെ പ്രഭാഷണം. അത്ര വലിയ ആചാര്യനാണെന്നല്ല പറഞ്ഞത്, പൊതുവെ പ്രഭാഷണത്തെ കുറിച്ച് പറഞ്ഞതാ. അങ്ങനെ നിങ്ങൾക്ക് ആരുടെയെങ്കിലും മുന്നിൽ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുഹൃതം. കാരണം സർവം മറന്ന് ഇങ്ങനെ ഇരിക്കുക. യം യം ഭാവം സ്മരൻ, നീ ഏതൊരു ഭാവത്തിലാണോ ഇരിക്കുന്നത് നീ അത് തന്നെയായി മാറുന്നു. ഇപ്പൊ ഈശ്വര വിചാരത്തിലായി ഇരിക്കുന്നതിന് നമ്മൾ ഈശ്വരനായി മാറുന്നു. അപ്പൊ ചോദിക്കും, ഈശ്വരനാണോ? ക്ഷേത്രം തന്നെ എന്താ? ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കുന്ന വിഗ്രഹം ഭഗവാന്റെ സൂക്ഷ്മ ശരീരമാണെങ്കിൽ ക്ഷേത്രം എന്താണ് പറയുന്നത്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരം എന്ന് പറയപ്പെടുന്നത് ക്ഷേത്രം തന്നെയാണ് അർജുന എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഈ ഗീത പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പലരും വരും. അത് എന്തുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തതെന്നോ? അതിൽ എല്ലാ കാര്യങ്ങളും ആത്മതത്വം, അതായത് ജീവിതത്തിന്റെ പൊരുൾ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ജീവിതം, ഈ ജന്മം കിട്ടി ഇതെന്തിന്? ഒരു ഭക്തനാണെങ്കിൽ അവനത് ചിന്തിക്കും. ഭക്തലക്ഷണം ജിജ്ഞാസ ഏവ. ഭക്തന്റെ ലക്ഷണം അതാ. കുറെ നേരം കുളി ജപവും അതൊന്നുമല്ല, അവൻ അറിവ് എന്താണ് ഇത്, ഈ ജീവിതം എന്തിന് കിട്ടി, എന്താണ് പൊരുൾ, പൊരുൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കും. അതായത് ടെൻഷനാ, പലരും പല തരത്തിലാണ് വോയിസില്ല. ഇന്നൊരു കൂട്ടുകാരിന്റെ ഒപ്പം നടന്നു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനാ. എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് പറയാം, എനിക്ക് ഇതൊക്കെ പറ്റുന്ന ഈ പ്രായത്തില് എനിക്ക് ടെൻഷനാ. എന്താ, മക്കളെ എൻട്രൻസ് എഴുതിക്കൊണ്ട് എന്നെ ഇരിക്കാം, ഡോക്ടർ എന്നെ അവിടെ നിർബന്ധമുണ്ടോ, ഡോക്ടറായ സമയമില്ലാത്ത പണിയ ആഗ്രഹങ്ങളാണ് എല്ലാവർക്കും പ്രശ്നം. അതാണ് ഷഡ്വൈരികൾ എന്ന് പറഞ്ഞത്. ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുത്. ഇപ്പോ 6 ശത്രുക്കൾ ആരൊക്കെയാ? നമുക്ക് എല്ലാം ഇതറിയാം. കാമം എന്താ? ആഗ്രഹം. കാമ, ക്രോധ, മത, മോഹ, ലോഭ, മാത്സര്യം. ഇതെല്ലാമാണ് ഷഡ്വൈരികൾ. നമ്മുടെ മനസ്സിനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ജീവിതം തുടങ്ങി 40 വയസ്സ് കഴിഞ്ഞു, 50
വയസ്സ് കഴിഞ്ഞു, ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തേ എന്ന് വെറുതെ സ്വന്തം ഇരുന്ന് അവൻ ചിന്തിക്കുക. കാരണം എല്ലാവരും ഒരു ഏജ് കഴിഞ്ഞാൽ അതേ കടന്നു പോകുന്നു. ഇവിടത്തെ മൂർത്തി തന്നെ എന്താ അന്തിമഹാകാളൻ അല്ലെ, മഹാകാളൻ. സംസ്കൃതത്തിൽ റാന്നിയ അക്ഷരമില്ല, അതുകൊണ്ട് രാമാണ് ഇപ്പൊ വരുന്ന ലളിതാസഹസ്രനാമത്തിലൊക്കെ നമുക്ക് കാണാം. പക്ഷെ ആദ്യം കഴിച്ചു വന്നപ്പോഴാണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സർവമംഗല എന്നാണ് വരാൻ. അതുപോലെ മഹാകാലൻ. കാലൻ സമയത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ മഹാകാലൻ എന്ന് പറയുന്നത് സമയത്തിന്റെ, മായയുടെ, നമ്മളെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, സൃഷ്ടിയുടെ, സംഹാരത്തിന്റെ, പ്രകൃതിയുടെ എല്ലാത്തിന്റെയും നിയന്താവാം. ഈ മഹാകാളന്റെ ഇരുന്ന് സന്ധ്യാസമയത്ത് ഈശ്വരകഥകളാണ് കേൾക്കുക, തത്വവിചാരം ചെയ്യുക. ഞങ്ങളുടെ ഗുരു പറയും, വേദാന്ത വിചാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗണപതിയെ കുറിച്ചുള്ള ആശയം തന്നെ മാറൂട്ടോ. എന്തുകൊണ്ടാണ് ഗണപതി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ആദ്യം ഗണപതിക്ക് പൂജ കഴിക്കില്ലേ, എന്നിപ്പോ കണ്ടില്ലേ? അപ്പൊ എന്താ, എല്ലാ ഗണങ്ങളുടെയും അധിപതിയാണ് ഗണപതി. അതുകൊണ്ടാണ് അങ്ങനെ ആദ്യം തന്നെ ഗണപതിയെ നമ്മൾ പൂജിക്കുന്നത്. വേദം പഠിച്ചാൽ നമ്മുടെ അടിമുടി അങ്ങോട്ട് മാറും. വേദം പറഞ്ഞാൽ തന്നെ എന്താ, അറിവ. അതുകൊണ്ടാണ് പറഞ്ഞ അറിവാണ് ഈശ്വരൻ, അറിവാണ് ഭക്തി എന്നുള്ളത്. ഇനി ജീവിത ലക്ഷ്യം ഇതാണ് തീരുമാനിച്ചു. ഗുരുവിനെ എവിടെ നിന്നെങ്കിലും നമ്മൾ കണ്ടെത്തി. ഞങ്ങൾക്ക് സ്വാധ്യായം തുടങ്ങി. സ്വാധ്യായം തുടങ്ങുമ്പോൾ മഹാഭാരതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആദ്യം നമ്മള് സന്ധ്യാനാമം, യജുർവേദത്തിലെ മഹാമന്ത്രമായ ഓം നമ ശിവായ, നമ ശിവായ എന്നുള്ള ആ ഒരു മന്ത്രം കുട്ടിക്ക് ചൊല്ലിക്കൊടുക്കും. അമ്മയാണ് ചൊല്ലിക്കൊടുക്കുക. ഈ സന്ധ്യക്ക് സന്ധ്യാനാമം കഴിഞ്ഞ ആ കുട്ടിയുടെ കയ്യിൽ ജ്ഞാനപാൻ അഴിച്ചു കൊടുത്ത് ഒരു മാസം കഴിഞ്ഞ ഹരിനാമകീർത്തനത്തിലൂടെ പോയി, അത് കഴിഞ്ഞ മലയാളം രാമായണം എടുത്ത് പിന്നീട് മഹാഭാരതത്തിലൂടെ പോയി, അതിനുശേഷം ഗീത പഠിച്ച് ഭാഗവതത്തിലൂടെ പോയി നാരായണത്തിലേക്ക് എടുക്കുക. എത്ര കാലം വേണമെന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷേ നമ്മളെല്ലാം ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് അവിടെ വന്നിരുന്ന്, ഇത് ഞാനൊരു 10 വയസ്സിൽ തുടങ്ങിയിരുന്നു ജ്ഞാനപ്പാനൊക്കെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ജ്ഞാനപ്പാൻ എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. വിധിച്ചിടുന്ന കർമ്മോടുമ്പോൾ വധിച്ചിടുന്നു ദേഹമൊരിടത്ത്. ഇത്രയുള്ളൂ ജീവിതം. നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ അവിടെ നിന്ന് എഴുതിവിട്ടിരിക്കാം. ബ്രഹ്മാവിനും എഴുതല്ലാണ് പറയുന്നത് കർമ്മപാശത്തെ മുറിച്ചു കളയാൻ വേണ്ടി. കാരണം ഈ കർമ്മങ്ങളെല്ലാം സഞ്ചിത കർമ്മങ്ങൾ, സഞ്ചിതാക്കി കൊണ്ടിരുന്നതാ. അപ്പോ ഇത് തീർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ശരീരത്തിൽ ഇരുന്നേ പറ്റും. പക്ഷേ ഇപ്പോഴും നമ്മൾ കർമ്മം ചെയ്യല്ലേ, ഇനിയും കർമ്മഫലം അനുഭവിക്കാൻ ജന്മം എടുക്കണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്തത്. പക്ഷെ കർമ്മം കർമ്മയോഗമായി ഈശ്വരാർപ്പണമായി ചെയ്താൽ ഇനി ആ കർമ്മഫലം അനുഭവിക്കേണ്ട, പുണ്യാണെങ്കിലും പാവാണെങ്കിലും. അങ്ങനെയാണ് സന്യാസി സഭ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ലൗകികൻ എന്താ, അറിവുള്ളവൻ എന്ത് ചെയ്യും? ഈശ്വരാത്മാവായിട്ട് ചെയ്യും. നമ്മളെങ്ങനെയാ അമ്പലത്തിലൊരു വഴിപാട് പോലും എങ്ങനെയാ ചെയ്യുന്നത്? അതിന് ഇന്നത് വേണം. നമ്മുടെ ആരാധനാലയങ്ങളിൽ മാത്രമാണ് ഇന്നവഹ എന്ന് എഴുതി വെക്കും. ഏതോ ആളുടെ പേരായിരിക്കും. നമുക്ക് ഈശ്വരനാമൊന്നും ആവില്ല. അദ്ദേഹത്തിന്റെ കുടുംബവും മാഞ്ഞു പോയിട്ട് എത്രയോ വർഷമായിട്ടുണ്ടായിരിക്കും. എല്ലാവരുടെ വിചാരം അവരുടെ തറവാട് കൽപ്പാന്തം വരെ നീണ്ടു നിൽക്കുന്ന. അതിന് പകരം മറ്റു മതസ്ഥർ എന്തെല്ലാം ചെയ്യുന്നു? എവിടെയെങ്കിലും നിങ്ങൾ ബോർഡ് കാണുന്നുണ്ടോ? ഈ ശ്രീകാര്യക്കുട്ടി വക എഴുതില്ല. കാരണം അവർ പറയുന്നത് ഈ കൈ ചെയ്യുന്നത് ഈ കൈ അറിയരുത്. കർമ്മൻ പറയുന്നുണ്ട്, ഇടത്തെ കയ്യില് എണ്ണയുടെ ഓളം, സ്വർണത്തിന്റെ ഓളം വെച്ച് ഇങ്ങനെ തേക്കാം. മനസ്സിലൊക്കെ പേടിപ്പിച്ച ക്ഷത്രിയനല്ലേ. ആ സമയത്ത് ഇടത്തെ സൈഡിൽ നിന്നിട്ട് ഒരു വ്യക്തി ചോദിച്ചുത്രേ, കർണ ആ ഓളം എനിക്ക് തരുമോ? എന്തൊരു ഭംഗിയാ. ദാനശീലനാ. ദാനശീലനായ കർണൻ അപ്പ തന്നെ കൊടുത്തുത്രേ. ഇത് കണ്ട അപ്പുറത്ത് നിന്ന് ഒരാൾ ചോദിച്ചു, അയ്യേ നമ്മൾ എന്ത് കണ്ടാലും അന്ന് മനസ്സിലായി പറയും. മനുഷ്യന്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് കൈകാലത്ത്, അയ്യോ കർണ കൊടുത്തതൊക്കെ കേമായി, പക്ഷെ ഈ കിടത്തെ കൈ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ ഇടപെടണമെങ്കിലോ അതെ ചിന്തിക്കണ്ടേ. അപ്പോ പറഞ്ഞു ഇത്രേ കർണൻ, അതിനൊരു കാരണമുണ്ട്. ഈ കയ്യിനും ഇടയ്ക്കൊരാളുണ്ട്. ആരാ? മനസ്സ്. ഇതിലേക്ക് മാറ്റുമ്പോഴേക്കും എന്റെ മനസ്സ് മാറിയിട്ട് ദാനം ചെയ്യുമ്പോ അത് അറിഞ്ഞു കൊടുക്കില്ല. അപ്പോ എന്താ, അത് നമ്മളെ തന്നെയാണ്. ഇപ്പോഴും ഇവിടെ
കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കണ്ടു. അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കട്ട്ലറ്റും ചായയും കഴിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിം ഫാമിലിയാണ്. അതിനുശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ എനിക്കൊരു പെട്ടെന്ന് ഒരു പ്രാവശ്യം മനസ്സിലായി. കുറെ പേര് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരടുത്ത് സംസാരിക്കാൻ പോയില്ല. പോരാൻ സമയമായപ്പോൾ മോർണിംഗ് ഈവനിങ് ടൈമിൽ അവരുടെ അടുത്ത് ഞാൻ ചെന്ന് പരിചയപ്പെടാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മോള് പറഞ്ഞു ഉമ്മ അന്ന് കട്ട്ലറ്റും ചായ കുടിച്ച് പോയ ടീച്ചറല്ലേ അത്. ആ കട്ട്ലറ്റ് ഇപ്പോൾ ഇവിടെ അതാണ് നമ്മളെ കൊടുക്കല്. അപ്പോൾ നമ്മളെ എങ്ങനെയാണ് ഈ കൈകാര്യം അത് കൊടുക്കണം എന്നുള്ളതാണ്. മനസ്സ് ഒഴുകി കൊടുക്കാനാ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആളല്ല എന്നതല്ല. ആ നിങ്ങളുടെ പശുവൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ, അതാരാ? മഹാഭാരതത്തിൽ ഉള്ളതാട്ടോ. അപ്പൊ പറയാണ് ഇതൊക്കെ ഞാൻ ദാനം കൊടുത്തതാ. കൊടുത്തു ഇല്ലാലോ? കൊടുത്താൽ കഴിഞ്ഞു. അങ്ങനെ വേണം കൊടുക്കാനാ. പക്ഷെ നമ്മൾ കൊടുക്കും എല്ലായിടത്തും പോവുകയും പണ്ട് മുതലേ ഉള്ളതാണ് ആ ശീലം. ഒരു പാത്രം കൊടുക്കും അമ്പലത്തിലെ, അതൊന്നും എഴുതിപ്പിക്കും കരണ്ട് വെച്ചിട്ട്. അത് ചെയ്യരുത്. കൊടുത്തപ്പോ കഴിഞ്ഞു. ഈ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ പൈസ ആണെങ്കിലും പിന്നെ തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. പക്ഷേ ഹൈന്ദവൻ അത് പോലും അറിയില്ല, മഹാഭാരതത്തിലൂടെ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ധർമ്മബോധം മഹാഭാരതത്തിലൂടെ പോകണം. ധർമ്മബോധം നമ്മളെ മനസ്സിലാക്കാൻ ചെറിയൊരു കഥ മഹാഭാരതത്തിൽ വരുന്നുണ്ട്. കഥ പറയരുത് എന്ന് പറയും, പക്ഷെ കഥയിലെ തത്വങ്ങൾ പറയണമെങ്കിൽ അതറിയണം. എല്ലാവർക്കും അറിയുന്ന കഥയാണ്. പഞ്ചാരി മക്കളെയെല്ലാം ഉറക്കി കിടത്തി ശിബിരത്തില് 5 കുട്ടികളുണ്ടായിരുന്നു, 5 ഭർത്താക്കന്മാർക്ക്. പക്ഷേ മഹാഭാരത യുദ്ധ സമയത്ത് എല്ലാ കുട്ടികളെയും അശ്വത്ഥാമാവ് വന്ന് വധിച്ചു കളഞ്ഞു ശിബിരത്തിൽ വന്നിട്ട്. ഇതറിഞ്ഞ സമയത്ത് അച്ഛനായ ഭീമസേനും അർജുനനും സഹിക്കാൻ കഴിയില്ല. പഞ്ചാരിയുടെ കരച്ചില്, സ്വന്തം മക്കള് വലിച്ചു കിടക്കുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. അപ്പോ ചെന്നിട്ട് പറഞ്ഞു, സങ്കടം പറഞ്ഞതാ, അയ്യോ ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇല്ലാതെ വീരന്മാരുടെ ഇന്നാളെ ചെയ്യുന്നറിയാം. നേരെ പോയി ഓടിച്ചിട്ട് പിടിച്ചു അശ്വത്ഥാമാവിനെ കൊണ്ടുവന്നു. അശ്വത്ഥാമാവിനെ കൊണ്ടുവന്ന സമയത്ത് പഞ്ചാരി എന്ന അമ്മ, നമ്മളാണെങ്കിൽ എന്താ പറയാ, ഒരു സാധാരണക്കാരനായ ലൗകികൻ എന്താ പറയാ, എടുത്തവന്റെ തലാതിലെ സാധാരണ നിങ്ങളുടെ കുട്ടികൾ കണ്ടു കൊടുക്കണമെന്നല്ലേ പറയാ. അതാണ് പറയേണ്ടിയിരുന്നത്. ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല പഞ്ചാരി. എല്ലാവർക്കും ധർമ്മബോധം മനസ്സിലാക്കാനാ പറഞ്ഞു. എന്താ പറഞ്ഞോ, നിങ്ങളുടെ ഗുരുവായ ദ്രോണാചാര്യന്റെ ഭാര്യയ്ക്ക് എന്റെ അതേ അവസ്ഥ വരരുത്. ദ്രോണാചാര്യരുടെ മകനാണ് ആര്? അശ്വത്ഥാമാവ്. അവരുടെ ഭാര്യയാണ് ഗൗതമി. നിങ്ങളുടെ ഗുരുവാണ് ദ്രോണാചാര്യൻ. ഗുരുപുത്രനെ വധിക്കരുത്. ആ സമയത്ത് ശ്രീകൃഷ്ണന്റെ മുഖത്തേക്ക് അർജുനൻ നോക്കി. അപ്പോ ഭഗവാനെ ഉത്തരം പറയണല്ലോ, എന്താ ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, ഭീമസേനന്റെ അഭിപ്രായവും പഞ്ചാരിയുടെയും എന്റെയും ആഗ്രഹവും നീ സാധിക്കണം അർജുന. ഭീമസേനന്റെ അഭിപ്രായം എന്താ? കൊല്ലണം, നമ്മുടെ കുട്ടികളെ കൊന്നു, പകരത്തിന് പകരം. അങ്ങനെയാണ് ഭീമന്റെ. എപ്പോഴും നട കഴിക്കും, ഉള്ളിൽ പോയി കിടന്നുറങ്ങും, ആ ഒരു സ്വഭാവക്കാരന്. അർജുനന് രജോഗുണ, ധർമ്മപുത്രർക്ക് സത്വഗുണം. ഇത്ര വ്യത്യാസങ്ങളുണ്ട്. സത്വഗുണം, രജോഗുണം, തമോഗുണം. ഭീമസേനന്റെ തമോഗുണം. അപ്പോ സത്വഗുണ പ്രധാനിയായ ധർമ്മപുത്രൻ അതിനെ അന്വേഷിച്ചു, അങ്ങനെ ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാവോ? കൊല്ലണം, വെറുതെ വിടണം, 2 കാര്യമായി. അപ്പോ അർജുനൻ ബുദ്ധിമാനാണ്, വളരെ ബുദ്ധിമാനായിരുന്നു. അപ്പോ ആ ചൂടാരത്തിനുണ്ടല്ലോ അശ്വത്ഥാമാവിന്റെ കയ്യില് വാളം കൊണ്ട് ഊരിയിട്ട് ശിരോരത്നം, ആ ചൂടാരത്നം മുടിയോടുകൂടി ചൂടെടുത്തിട്ട് അങ്ങ് വിട്ടയക്കുക ചെയ്യുന്നത് അശ്വത്ഥാമാവിന്. അപ്പോ കൃഷ്ണൻ ധർമ്മപുത്രനെ നോക്കുക. ധർമ്മപുത്രൻ അപ്പോൾ പറഞ്ഞു, പഞ്ചാരി നിന്റെ ധർമ്മബോധം, നിന്റെ ദയ, 6 ഗുണങ്ങളെ കുറിച്ച് അവർ വർണ്ണിക്കുന്നത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതാണ് അമ്മ. ഇതിൽ നിന്നും നമ്മുടെ കുട്ടിക്ക് ഒരു തത്വം മഹാഭാരതം പറഞ്ഞു തരുന്നുണ്ട്. കുട്ടികളാണ് നമ്മളെല്ലാവരും, എത്ര പ്രായമായാലും. അപ്പോ പറയുന്ന ഒരു തത്വമാണ്, നമ്മൾ എന്താണോ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ അത് വേണം കൊടുക്കാൻ. എന്റെ കുട്ടികളെ കൊല്ലരുതായിരുന്നു എന്നാണ് അമ്മ ചിന്തിച്ചത്, ആഗ്രഹിച്ചത്. അപ്പൊ എന്ത് പറഞ്ഞു? ദ്രോണാചാര്യരുടെ ഭാര്യയായ ഗൗതമിക്ക് എന്റെ അതേ ദുഃഖം കൊടുക്കരുത്, ഭർത്താക്കന്മാരോട് പറയാം, കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോ അത് സമ്മതിച്ചു. ഈ ധർമ്മബോധം
ഇന്നത്തെ തലമുറയിൽ എത്രത്തോളം ഉണ്ട്. അതാണ് ഹൈന്ദവന്റെ കാഴ്ച. ഈ ധർമ്മം, ദയ, ഒരു പട്ടി നടന്നു പോകുന്നത് കണ്ടാൽ ഒന്നും കാണിക്കില്ല. അത് നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല, എന്നാലും കുട്ടികൾ എന്ത് ചെയ്യും? അതിലെടുത്തൊരു വീക്കാം അല്ലെ. അമ്പലത്തിലേക്കാവും വരുന്നത്. അമ്പലത്തിൽ വരുമ്പോ 5 ശുദ്ധി പാലിക്കണം, പഞ്ചശുദ്ധി പാലിക്കണം. ഏതൊക്കെയാ? നാളെ പോണ അമ്പലത്തിൽ ആദ്യം തീരുമാനിക്കും, ഇട്ട് ഊരിട്ട ഡ്രസ്സ് കരുതുന്ന അതുപോലും ഇപ്പൊ മാറി മുക്കിയ ഭംഗി കൂടി എന്ന് പറഞ്ഞിട്ട് മുക്കാതിടാൻ തുടങ്ങി. സാറില്ല, കളിക്കട്ടെ, നീ കോടി കൈക്കല്ലാന്ന് പറയും. അതും സമ്മതിച്ചു. രാവിലെ എഴുന്നേറ്റ ശരീരവും മനസ്സും ശുദ്ധമാക്കി കുളിക്കുക. ഞാൻ കുളിക്കുമ്പോ പല ചിന്തകളും എത്തിയിരിക്കുമ്പോഴാണ് വരിക. അപ്പോഴാവും ആരോഗ്യം 4 ദിവസം കഴിഞ്ഞാൽ പോണാൽ ജീവിതത്തിലൊക്കെ എന്ത് കൊടുക്കണം. അപ്പോഴേക്ക് അവളെ കാണും, ഈ പെണ്ണെ കാണാൻ ഉണ്ടില്ല, അതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട. ഈ പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ട്. എന്നോട് പരാതി പറയാനുള്ള ഒരുപാട് അമ്മമാര് ഒരേ തരം പ്രശ്നങ്ങളാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഞാനും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോ അത് ചിന്തിക്കാതെ ശരീരം മുഴുവൻ പൂർണ്ണമായും ശുദ്ധമാകാൻ ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി